നമസ്കാരം. ദേവോസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ കഴിഞ്ഞ 2 വീഡിയോകളിലൂടെ 2025 ശനി മാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകിയത്. തുടർന്നുള്ള രാശിക്കാരുടെ വിവരങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 2025 മാർച്ച് മാസം 29-ാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുന്ന ശനി ഓരോ രാശിക്കാരെയും ഏതൊക്കെ വിധത്തിലാണ് ബാധിക്കുന്നതെന്ന് നമുക്കറിയാം. ധനുരാശി മുതലുള്ള രാശിക്കാരുടെ ഫലങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു. ധനുരാശിയിൽപ്പെടുന്ന മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗ നാളുകാർക്ക് ശനി 3-ാം ഭാവത്തിൽ നിന്നും 4-ാം ഭാവത്തിലേക്ക് വരികയാണ്. ഇവരുടെ 2-ാം ഭാവാധിപനും 3-ാം ഭാവാധിപനുമായ ശനി കണ്ടകശനി ഭാവത്തിലേക്കാണ് വരുന്നത്. കണ്ടകശനിയുടെ പ്രഭാവം ഈ നാളുകാരിൽ പ്രകടമാകുന്നതിൻ്റെ ഫലമായി പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലവിധ തടസ്സങ്ങളും ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം നിർത്തിവെക്കുകയോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലവിധത്തിലുള്ള ചെലവുകളോ നഷ്ടങ്ങളോ വന്നു ചേരാവുന്നതുമാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിൽ പലതരത്തിലുമുള്ള പ്രശ്നങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകുന്നതാണ്. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം. ബന്ധുക്കളുമായി അകൽച്ച ഉണ്ടായേക്കാം. അതുപോലെ തന്നെ യാത്രാ സംബന്ധിയായ ക്ലേശങ്ങൾ വർദ്ധിക്കുകയും നാട്ടിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥയും ഉണ്ടായേക്കാം. ശനി മാറ്റം കൊണ്ട് പലവിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഈ രാശിക്കാർക്ക് നേരിടേണ്ടത് വരുന്നതാണ്. പണച്ചെലവുകൾ വർദ്ധിച്ചു വരികയും ബിസിനസ്സിലും മറ്റും നഷ്ടങ്ങളും വന്നു ചേരാം. പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പങ്കാളികളിൽ നിന്നും ചതിവുകൾ പറ്റാനിടയുണ്ട്. വിദേശ ജോലിയിൽ തടസ്സമോ കാലതാമസമോ നേരിടേണ്ടി വരുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അനാവശ്യമായ വിവാദങ്ങൾ ചെന്നുപെടുകയും അപവാദങ്ങൾ കേൾക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ 2025 മെയ് മാസത്തിലെ വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് ഒട്ടൊക്കെ ഗുണകരമാകുന്നതാണ്. ഇപ്പോൾ ഈ രാശിക്കാരുടെ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ 7-ാം ഭാവത്തിലേക്കുള്ള മാറ്റം ഒട്ടനവധി ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. ഇത് കണ്ടകശനിയുടെ പ്രഭാവത്തെ കുറേയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. മെയ് മാസത്തിന് ശേഷം അനുകൂലമായ പല കാര്യങ്ങളും ഈ നാളുകാരുടെ ജീവിതത്തിൽ സംഭവിക്കും. തൊഴിൽ രംഗത്തും കാർഷിക രംഗത്തും അനുകൂല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. ഇനി മകരം രാശിക്കാരുടെ ഫലങ്ങൾ നോക്കാം. മകരം രാശിയിൽ വരുന്ന ഉത്രാടം ബാക്കി ഭാഗം, തിരുവോണം, അവിട്ടം പകുതി നാളുകാർക്ക് ശനി ഇഷ്ടഭാവമായ 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ കുറേ വർഷക്കാലമായി ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന 7ര ശനിയിൽ നിന്നും മോചനം ലഭിക്കുകയാണ് മേൽപ്പറഞ്ഞ നാളുകാർക്ക്. ജാതകത്തിൽ ശനിയുടെ സ്ഥിതിയും ഭാവബലവും ശുഭഗ്രഹങ്ങളുമായുള്ള യോഗവും ഒക്കെ അടിസ്ഥാനമാക്കി ഇപ്പോഴത്തെ കാലയളവിൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ശനിയുടെ പ്രഭാവം ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുന്നതിനാൽ ഓരോരുത്തരും തങ്ങളുടെ ജാതകവും ഗ്രഹനിലയും പരിശോധിച്ച് സമയം മികച്ചതാണോ എന്ന് നോക്കേണ്ടതുണ്ട്.
എങ്കിലും പൊതുവിൽ ശനി 3-ാം ഭാവത്തിലേക്ക് വരുന്നതോടെ സാമ്പത്തിക പരാധീനതകളില്ലാതായി വരുമാന വർധനമുണ്ടാകുന്നതാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്നതിലൂടെ ബിസിനസ് രംഗം മെച്ചപ്പെടുകയും തൊഴിൽ മേഖലയിൽ ദീർഘകാലമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയും ചെയ്യും. ദാമ്പത്യ പ്രശ്നങ്ങളിൽ നിന്നും മറ്റും മോചനം ലഭിക്കുന്നതാണ്. പിണക്കങ്ങളൊക്കെ വിട്ടകന്ന് ദമ്പതികൾ തമ്മിൽ നല്ല സ്വരച്ചേർച്ചയോടെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടാകും. അനാവശ്യ ചെലവുകൾ ഇല്ലാതാവുകയും കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടുകയും ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്നും മറ്റും മോചനം ലഭ്യമാവുകയും നല്ല നല്ല തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നതുമാണ്. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം തുടങ്ങി വെക്കുവാനുമൊക്കെ ഈ കാലയളവിൽ സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതാണ്. സന്താന ഗുണമേറി വരും. കലാകാരന്മാർക്ക് അംഗീകാരങ്ങൾ ലഭ്യമാകുന്നതാണ്. പല കാരണങ്ങളാലും മുടങ്ങിക്കിടന്ന വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാവുകയും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി ഉണ്ടാകുന്നതുമാണ്. എന്നാൽ മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെ 6-ാം ഭാവത്തിലേക്കുള്ള മാറ്റം അല്പം പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുമെങ്കിലും ഈശ്വര പ്രാർത്ഥനയിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയും വഴിപാടുകളിലൂടെയും പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടക്കുവാൻ മകരരാശിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ഇനി കുംഭം രാശിയുടെ ഫലങ്ങൾ നോക്കാം. അവിട്ടം പകുതി, ചതയം പോരുട്ടാതെ 3/4 ഭാഗം നാളുകാരാണ് കുംഭക്കൂറിൽ വരുന്നത്. കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ 7.5 ശനി കാലമാണ്. ഇപ്പോൾ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇനി 2-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ജന്മശനിയിൽ നിന്നും 2-ാം ഭാവമായ മീനം രാശിയിലേക്ക് ശനി മാറും. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തുടരുമെങ്കിലും ജന്മശനിയുടെ തീവ്ര പ്രഭാവത്തിൽ നിന്നും കുറേയൊക്കെ മോചനം നേടുവാൻ മേൽപ്പറഞ്ഞ നാളുകാർക്ക് സാധിക്കുന്നതാണ്. ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശനിയാഴ്ച വ്രതം നോക്കുകയും ശനിയാഴ്ച തോറും കറുപ്പ് നീല വസ്ത്രം ധരിച്ച് ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുകയും എള്ളുതിരി കത്തിക്കുകയും നീരാജനം നടത്തുകയും ചെയ്യുന്നത് ഉചിതമായി പറയുന്നു. ജാതകത്തിൽ ശനി ബലമില്ലാതെ നീച്ച ക്ഷേത്രങ്ങളിലോ ഭാവങ്ങളിലോ നിൽക്കുന്നവർക്ക് ഈ 7.5 ശനി കാലത്ത് ദുരിതങ്ങളേറി വരുന്നതാണ്. സാമാന്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 2.5 വർഷക്കാലം തീവ്രമായ ദുരിതങ്ങളിലൂടെ കടന്നു പോയിരുന്ന കുംഭം രാശിക്കാർക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യാഴം ഇവർക്ക് അനുകൂല ഭാവത്തിൽ തുടരുന്നത് ആശ്വാസകരമാണ്. ധനപരമായും കുടുംബപരമായും തൊഴിൽപരമായും ഒരു പുരോഗതിയുമില്ലാതിരുന്ന കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ അപേക്ഷിച്ച് ഇവർക്ക് പലവിധ ഗുണങ്ങളും ഉണ്ടാകുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ ലഭ്യമാവുകയും സന്താന ഗുണമുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ വിദ്യാഗുണമുണ്ടാവുകയും കടബാധ്യതകളിൽ നിന്നും മോചനമുണ്ടാകുന്നതുമാണ്. ഗവൺമെൻറ് ജോലിക്കും മറ്റും ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാവുകയും വിദേശ ജോലികൾ സാധ്യമാകുന്നതുമാണ്. കുടുംബത്തിനുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും, പ്രത്യേകിച്ച് ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന വഴക്കുകൾക്കും മറ്റും അറുതി വരികയും പിണക്കത്തിലായിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം യോജിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നതുമാണ്. രോഗദുരിതങ്ങളിൽപ്പെട്ട് വലഞ്ഞിരുന്ന പലർക്കും രോഗശാന്തി ലഭിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നത് ആശ്വാസകരമാണ്. ഗുണാനുഭവങ്ങൾ ഏറി വരുന്നത് ശുഭപ്രതീക്ഷ നൽകും. എങ്കിലും ഓരോരുത്തരും അവരവരുടെ ജാതകം വിശദമായി പരിശോധിച്ച് തങ്ങളുടെ ഗ്രഹസ്ഥിതിക്കനുസരിച്ച് പരിഹാരം വരുത്തേണ്ടതാണ്. ഇനി മീനം രാശിയുടെ ഫലങ്ങൾ നോക്കാം.
പൂരുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രവി നാളുകാർക്ക് 2025 മാർച്ച് 29 ചാരവശാൽ മീനം രാശിയിലേക്ക് ശനി മാറുകയാണ്. ഈ രാശിക്കാർക്ക് ശനി ജന്മരാശിയിലേക്കാണ് വരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം. ചികിത്സയ്ക്കും മറ്റുമായി പണം ചിലവാക്കേണ്ടി വരുന്നതാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയും ബന്ധുവിയോഗവും കമിതാക്കൾ തമ്മിലുള്ള അകൽച്ചയും ജന്മക്കൂറിൽ ശനി സഞ്ചരിക്കുന്ന ഈ 2.5 വർഷക്കാലം മേൽപ്പറയുന്ന നാളുകാർക്ക് ഉണ്ടായേക്കാമെന്നതിനാൽ ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. വേണ്ടത്ര ആലോചനയില്ലാതെ ഒരു കാര്യത്തിലും ഏർപ്പെടാതിരിക്കുക ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുവാനോ വിജയത്തിലെത്തിക്കുവാനോ സാധിക്കാതെ വരികയും അനാവശ്യമായ അപവാദ പ്രചരണങ്ങളിൽ ചെന്നുപെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാം. സാമ്പത്തിക നഷ്ടങ്ങളും ചെലവുകളും വർദ്ധിച്ചു വരികയും സ്വഗൃഹം വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്തേക്കാം. കൂടാതെ വ്യവഹാരങ്ങളിൽ പരാജയമുണ്ടായേക്കാം. മനക്ലേശങ്ങളും അലച്ചിലുകളും വർദ്ധിക്കുന്നതാണ്. വാക്കിലും പ്രവൃത്തിയിലും വളരെ സൂക്ഷിക്കേണ്ട സമയമാണിത്. പങ്കാളികളുടെ ചതിവിൽപ്പെട്ട് കൂട്ടു ബിസിനസ്സിൽ ധനനഷ്ടം വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. കടം നൽകിയ പണം തിരിച്ചു കിട്ടാതിരിക്കുകയും സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളും തൊഴിൽ നഷ്ടം സകല കാര്യങ്ങളും തടസ്സം ഇതൊക്കെ ജന്മശനി കാലഘട്ടത്തിൽ സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ 3-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മെയ് മാസത്തിന് ശേഷം 4-ാം ഭാവത്തിലേക്ക് വരുന്നത് കുറേയൊക്കെ കാര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതാണ്. വ്യാഴത്തിൻ്റെ ഈ മാറ്റം ശനിയുടെ തീവ്രത കുറയ്ക്കാൻ സഹായകരമാവുകയും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ്. എങ്കിലും ഓരോരുത്തരും അവരവരുടെ ജാതകം വിശദമായി പരിശോധിച്ച് തങ്ങളുടെ ഗ്രഹസ്ഥിതിക്കനുസരിച്ച് പരിഹാരങ്ങൾ വരുത്തേണ്ടതാണ്.